മൃഗശീർഷ നക്ഷത്രക്കാര് പൊതുവെ ജിജ്ഞാസ കൂടുതലായിരിക്കും. അതായത് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർ പല കാര്യങ്ങളും ഒളിഞ്ഞു നോക്കുന്ന പതിവ് കൂടുതലായിരിക്കും. അതായത് അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു. ആ, ഈ ക്യൂരിയോസിറ്റി കൂടുതലായതും കൊണ്ട് തന്നെ ഇവർക്ക് ഒബ്സർവേഷൻ സ്കില്ല് നല്ല കൂടുതലായിരിക്കും. ഒരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ നുണയാണോ സത്യമാണോ എന്ന് പറയണത് നിങ്ങൾക്ക് അയാളുടെ സംസാരത്തിൽ നിന്ന് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ എപ്പോഴും പുതിയത് പഠിക്കാൻ ശ്രമിച്ചും കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സഞ്ചാരപ്രിയരുമാണ്. ഈ നക്ഷത്രം ചന്ദ്രന്റെ കീഴിലായതും കൊണ്ട് നിങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. മെയ് മാസത്തിൽ നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആരോഗ്യകരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീർണ സംബന്ധമായ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല സാമ്പത്തികമായിട്ട് ചെലവ് നിങ്ങൾക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. അതും കൊണ്ട് ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണ് എന്നത് നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. അതുമാത്രമല്ല ചെലവുകൾക്ക് നിയന്ത്രണം ആവശ്യമാണ്. നിങ്ങൾ പേഴ്സണലി കുറച്ച് ഡിപ്രഷൻ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു അബദ്ധവശാൽ ഒരു കയ്യാങ്കളിക്ക് നിങ്ങൾ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു നിമിഷം ചിന്തിച്ചിട്ട്